കശാപ്പിന് കാലികളെ വിൽക്കുന്നത് നിരോധിച്ച കേന്ദ്ര ഉത്തരവ് സംസ്ഥാനത്തെ ഇറച്ചി ലഭ്യതയെയും ബാധിക്കും. കേരളത്തിലെ ചന്തകളിൽ കൂടുതലും വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാലികളാണ്. കാലികളുടെ വരവ് കുറയുന്നതോടെ കോഴി, ആട്, ഇറച്ചി വിലയും വർദ്ധിക്കും. പെരുന്നാൾ വിപണിയെയും പ്രതികൂലമായി ബാധിക്കും. കേരളത്തിലെ സാധാരണ കച്ചവടക്കാർ കാലി വാങ്ങുന്നത് കൂടുതലും കാലി ചന്തകളിൽ നിന്നാണ്. ചന്തകളിൽ കാലികൾ എത്തുന്നതിൽ വലിയ വിഭാഗവും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും. കേരളത്തിൽ നിയന്ത്രണം നടപ്പായില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാലി വരവ് നിലച്ചാൽ കേരളത്തിലെ കാലി വിൽപ്പന തകിടം മറിയും. പുറത്തുനിന്നുള്ള സാധനങ്ങളാണ് ഈ പാരിപ്പള്ളി പറഞ്ഞത്, നാവായിക്കുളം. അവിടെ നിന്നൊക്കെ സാധനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം വാങ്ങിക്കാനേ നോക്കുള്ളൂ. വീടുകളിൽ വളർത്തുന്നവയെയും ഫാമുകളിൽ നിന്നുള്ള കാലികളെയും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചന്തയെന്നും കൂടെ വന്നാൽ മാത്രമേ വീട്ടുകളിൽ എപ്പോഴും കാണില്ല. 1-2 വാങ്ങിച്ച് വളർത്തുന്നവർ അവരെ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങളെ പോലുള്ളവർ അതുകൊണ്ട് മാത്രം കച്ചവടം മുന്നോട്ടും പോകില്ല, ജീവിക്കാനും പറ്റും. മാട്ടിറച്ചിയുടെ വില വർദ്ധിക്കുന്നതായിരിക്കും പിന്നീട് ഉണ്ടാവുക. കോഴി, ആട് എന്നിവയുടെ കശാപ്പിന് നിയന്ത്രണമില്ലെങ്കിലും കാലി ഇറച്ചിയുടെ ലഭ്യത കുറവ് ഇവയുടെ വിലയും വർദ്ധിക്കാൻ കാരണമാകും. മാർക്കറ്റിൽ കൂടെ നമുക്ക് ജീവിക്കണ്ടേ. പെരുന്നാളിന് ഇറച്ചിക്ക് പൊള്ളുന്ന വിലയാകാനാണ് സാധ്യത. കാലി വരവ് നിലയ്ക്കുന്നതോടെ ആട്ടിറച്ചിയുടെയും കോഴിയിറച്ചിയുടെയും വില ഉയരും. ഇറച്ചി വാങ്ങൽ ബജറ്റിന് താങ്ങുന്നതാകില്ല എന്ന് ചുരുക്കം. ക്യാമറ പേഴ്സൺ ബിജുരാജിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.